മുട്ടിച്ചിറയിലെ നീരാക്കൽ ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ ജനകീയ കോടതിയുടെ നിരോധന ഉത്തരവ് പതിച്ച് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ രണ്ടാം ഘട്ട സമരം. കമ്പനിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി ആരോപിച്ചാണ് കമ്പനിക്കെതിരെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം നടത്തിയത്. സമിതി പ്രവർത്തകർ ഫാക്ടറി വളഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു. ഫാക്ടറിയുടെ പ്രവർത്തനം നിരോധിച്ചതായി ജനകീയ ഉത്തരവ് ഇവർ ഫാക്ടറി മതിലിൽ പതിച്ചു. ഉത്തരവ് ലംഘിച്ചാൽ നിയമലംഘനത്തിന് ഗുരുതരമായ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. മണ്ണും ജലവും മലിനപ്പെടുത്തി ജനജീവിതം അസാധ്യമാക്കുന്ന സാഹചര്യം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതാണെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ പറഞ്ഞു. പഞ്ചായത്തിന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അനുമതി പോലുമില്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാക്ടറി വ്യാജരേഖകൾ ചമച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുകയാണെന്നും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? നമ്മൾ പാട്ടൊക്കെ പാടും. യഥാർത്ഥത്തിൽ അത് പാട്ട് പാടിയിട്ട് 28 വർഷമായി. ഇപ്പം ആ തലമുറയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇന്നത്തെ യുവാക്കളും വീട്ടമ്മമാരും കുടുംബസ്ഥന്മാരും ഒക്കെ ആ തലമുറയിൽപ്പെട്ട ആളുകളാണ്. ഇവിടെ ജീവിതം, ഇവിടെ വാസം സാധ്യമല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു റിസ്ക്കും ഈ കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. മാലിന്യങ്ങളുടെ കാര്യത്തിൽ ഒരു റിസ്ക്കും എടുക്കാൻ പറ്റില്ല. വെള്ളം, മണ്ണ് മലിനീകരിച്ചാലുള്ള പ്രശ്നം അത് നൂറ്റാണ്ടുകളോളം വരെ ആ മാലിന്യം മണ്ണിൽ കിടക്കും എന്നുള്ളതാണ്. മണ്ണിലേക്ക് താഴേക്ക് ഇറങ്ങി അതവിടെ കിടക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ചെടി, ഇപ്പോൾ ഇവിടെ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞു അവരവിടെ മണ്ണിട്ട്, ഫാക്ടറിക്കകത്ത് മണ്ണിട്ട് അതിൻ്റെ മീതെ വാഴ വെച്ചു. അവരുടെ വാഴ ഉണങ്ങിപ്പോയി. ഫാക്ടറിക്കകത്ത്, ഞാനിത് പറയാൻ കാരണം, സാധാരണ ഇങ്ങനെയുള്ള സമരത്തിന് വരുമ്പോൾ ഞാൻ ഈ പ്രദേശത്തുകാരനല്ല. രണ്ടഭിപ്രായമുണ്ടാവും പല സ്ഥലത്തും, പല താല്പര്യങ്ങളുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇന്നലെ വൈകുന്നേരം എനിക്ക് ഒരു മെസ്സേജ് വരും. നിങ്ങൾ സാർ അവിടെ പോകുന്നുണ്ടോ? സാറിന് തുറന്ന കത്ത്, പേരൊന്നും വെച്ചിട്ടില്ല, തുറന്ന കത്താവുമ്പോൾ പേര് വേണ്ട. ഇപ്പോൾ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കത്ത് മുഴുവൻ വായിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി എഴുതി. അങ്ങയുടെ കത്തിൽ ഒരിടത്തും ഈ കമ്പനി മലിനീകരണം നടത്തുന്നില്ല എന്ന് പറയുന്നില്ല. അത് അദ്ദേഹത്തിന് പോലും അവകാശവാദമില്ല. അദ്ദേഹത്തിൻ്റെ കത്തിൽ ഒരിടത്തും സമരത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ മാഫിയയുണ്ട്, അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഇത്രയും ജനങ്ങളൊക്കെ ഇവിടെ മാഫിയയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ കത്തിൽ ഒരിടത്തും ഈ കമ്പനി നിയമം ലംഘിച്ച് മലിനീകരണം നടത്തുന്നില്ല എന്ന് പറയുന്നില്ല. വിവിധ കേന്ദ്രങ്ങളിൽ വിശദീകരണ യോഗങ്ങളും പ്രവർത്തകർ നടത്തി. സമരസമിതി നേതാക്കളായ സിരേഖ് വർഗീസ്, അഡ്വക്കേറ്റ് അശ്വതി റോയ്, സവിത ശശികുമാർ, വിൻസെന്റ് ചെറിയിൽ, അഡ്വക്കേറ്റ് റോയ് ജോർജ്, ബിജി പോൾ കലയന്താനം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി, ലിസമ്മ ഷാജു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും കൈക്കുഞ്ഞുങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിലും ഫാക്ടറി വളയിൽ സമരത്തിലും പങ്കെടുത്തു. വർഷങ്ങളായി നിലവിലുണ്ട്, ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. ഈ വിഷയത്തെ മുഖ്യ വിഷയമായി എടുത്ത് നാളിതുവരെ ഒരു സമര രംഗത്തേക്ക് വരികയോ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാനോ ഉത്തരവുകൾ സമ്പാദിക്കാനോ ഇതുവരെ ആരും തയ്യാറാകാത്തത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നമ്മൾ ഒന്നിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മൾ സമദൂരം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ നയം. നമ്മൾ രാഷ്ട്രീയത്തിനെതിരല്ല, നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വേണം, നമ്മളും രാഷ്ട്രീയക്കാർ തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല.